കാരണം നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ അത്രയും വലിയ സാലറി ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ആകെ തുച്ഛമായ 5000, 8000, 3000 ഇതിനൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഈ ഒരു ഫീൽഡിലുണ്ട്. കാരണം അത്രയും കോമ്പറ്റീഷനാണ്. ഓക്കെ, നീ ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർ പുറകിലുണ്ട്. അതുമല്ല, നിങ്ങൾക്ക് ഇതിന് 1 ലക്ഷം വരെ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം നല്ല പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ അത്രയും വർക്ക് ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും അപ്ഡേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൽ നിൽക്കണം എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ട് മാത്രം ഈ ഒരു ഫീൽഡിൽ വരിക. അല്ലാതെ ഓക്കെ ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടുമായിരിക്കും. വല്ല 3000, 5000, 8000 ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. വെറും 9 to 5 ജോബ് കൂടാതെ ഫ്രീലാൻസ് വർക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ഇത്രയും ഒരു സാലറി അല്ലെങ്കിൽ ഇത്രയും ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുമല്ല, നിങ്ങൾ അത്രയും ഈ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ പിടിച്ചിരിക്കാനും പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഏതെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി ചേർന്ന് കാര്യങ്ങളൊക്കെ പഠിക്കുക. ലൈവായിട്ടുള്ള പ്രൊജക്റ്റ് അതിൽ വർക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എങ്ങനെ ക്ലയൻറ്റിനെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ ഓൺലൈനിൽ കാണുന്ന 499 രൂപയ്ക്ക് എന്താ പറയുക ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈൻ പഠിപ്പിച്ചത് എന്നുള്ള അല്ലെങ്കിൽ 1 ലക്ഷം വരെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം എന്നുള്ള പല ഉടായ്പ ആഡും കണ്ട് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് പോകരുത്. ഒന്നെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റർ ഉണ്ടായിരിക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പഠിച്ചത്. പക്ഷേ അതിലുപരി ഞാൻ ഈ ഒരു ഫീൽഡിൽ കുറച്ചുകൂടി എന്താ പറയുക എക്സ്പെർട്ട് ആവാനുള്ള കാരണം എനിക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നു. ആ ഒരു പേഴ്സൺ എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയിലാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ പിന്നെയും കുറച്ച് ഡെവലപ്പ് ആയത്. പൈസ ഉണ്ടാക്കാൻ പറ്റും, സീരിയസ് ആയിട്ട് പറയാം. ഇതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന 1 ലക്ഷം അതിൽ കൂടുതലൊക്കെ പൈസ നിങ്ങൾക്ക് മാസം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഈ ഉടായിപ്പ് 499 ഏജൻസിയിലൊന്നും പോയി പെടരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫസ്റ്റ് തന്നെ 1 lakh ഒന്നും കിട്ടത്തില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ ചെയ്യുന്ന വർക്കും അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ വളർച്ച ഇങ്ങനെ കൂടി വരുന്നത്. അത്രേ ഉള്ളൂ.